അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിലെ അൽ അർബഇയ്യ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴ്സിലെ 10ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഈ കോഴ്സിലെ 4 കിതാബുകളിൽ ഒന്നായ അന്നഹ്വുൽ വാളിഹ് അൽ ഇബ്തിദാഇ അൽ ജുസ്ഉൽ അവ്വൽ 1ാം ഭാഗമായിരുന്നു. 9 എപ്പിസോഡുകളിലായിട്ട് ആ 1ാം ഭാഗം മുഴുവനായി നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞു. ഈ 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത് ആ 1ാം ഭാഗത്തിലെ എല്ലാ കായിദകളും ഒന്ന് വായിച്ച് അർത്ഥം വെക്കുകയാണ്. കായിദകൾ പറയുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് ഉദാഹരണങ്ങളും എക്സസൈസുകളും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ 9 എപ്പിസോഡുകളിലായിട്ട് കായിദയും അതിൻ്റെ ഉദാഹരണവും അതിൻ്റെ എക്സസൈസുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചതൊന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു റെഫറൻസ് ആയിട്ട് ഈ കായിദകൾ മാത്രം ഒന്ന് വായിച്ച് അർത്ഥം വെക്കുകയാണ്, വിശദീകരിക്കാതെ. നമ്മൾ ഇതുവരെ പഠിച്ച കായിദകൾ, അൽ ജുസ്ഉൽ അവ്വലിൽ പഠിച്ച കായിദകൾ പാഠത്തിലേക്ക് പോകാം. 1ാമത്തെ കായിദ, التركيب الذي يفيد فائدة تامة يسمى جملة مفيدة ويسمى أيضا كلاما. التركيب الذي يفيد فائدة تامة പരിപൂർണമായ അർത്ഥം നൽകുന്ന ഘടന, ഒരു വാചകം. തർക്കീബ് എന്ന് പറഞ്ഞാൽ ഒരു ഘടന അല്ലെങ്കിൽ ഒരു വാചകം. അതിന് യുസമ്മ പറയപ്പെടും ജുംലതൻ മുഫീദതൻ, ജുംല മുഫീദ എന്ന് പറയപ്പെടും. വയുസമ്മ ഐളൻ, വീണ്ടും അതിന് അതുപോലെ തന്നെ അതിന് പറയപ്പെടും കലാമൻ, കലാമ് എന്നും പറയപ്പെടും. അപ്പൊ പരിപൂർണമായ അർത്ഥം തരുന്ന ഒരു വാചകത്തിന് ജുംല മുഫീദ എന്ന് പറയും. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഖലാമ്. വയുസമ്മ ഐളൻ കലാമൻ, അതിന് കലാമ് എന്നും പറയപ്പെടും. കായിദ 2, അൽ ജുംലത്തുൽ മുഫീദത്തു ഖദ് തതറക്കബു മിൻ കലിമതൈനി വഖദ് തതറക്കബു മിൻ അക്സറ വകുല്ലു കലിമത്തിൻ ഫീഹാ തുഅദ്ദു ജുസ്അൻ മിൻഹാ. നമ്മൾ ജുംല മുഫീദ പറഞ്ഞു. ഇനി ആ ജുംല മുഫീദ എങ്ങനെയാണ് ഉണ്ടാവുക? അൽ ജുംലത്തുൽ മുഫീദത്തു, ജുംല മുഫീദ ഖദ് തതറക്കബു മിൻ കലിമതൈനി, 2 കലിമത്തുകൾ കൊണ്ടുണ്ടാകും. വഖദ് തതറക്കബു മിൻ അക്സറ, 2ൽ കൂടുതൽ കലിമത്തുകൾ കൊണ്ടും ചിലപ്പോൾ ഉണ്ടാകും. വകുല്ലു കലിമത്തിൻ ഫീഹാ തുഅദ്ദു ജുസ്അൻ മിൻഹാ, ഇതിൽപ്പെട്ട ഓരോ കലിമത്തും അതിന്റെ ജുസ് ആയിട്ടാണ്, അതായത് അജ്സാഉൽ ജുംല, ജുംലയുടെ ജുസ് ആയിട്ടാണ് എണ്ണപ്പെടുന്നത്. വകുല്ലു കലിമത്തിൻ ഫീഹാ, ഈ ജുംലയിലുള്ള ഓരോ കലിമത്തും തുഅദ്ദു ജുസ്അൻ മിൻഹാ, ആ കലിമത്തിന്റെ ആ ജുംലയുടെ ജുസ് ആയിട്ട് എണ്ണപ്പെടും. കായിദ നമ്പർ 3, 3ാമത്തെ കായിദ, അൽ കലിമത്തു സലാസത്തു അൻവാഇൻ. കലിമത്ത് 3 ഇനമുണ്ട്. ഇസ്മുൻ വ ഫിഅലുൻ വ ഹർഫുൻ. ഇസ്മ്, ഫിഅല്, ഹർഫ്. നമ്മൾ ജുംലയിലെ ഘടകങ്ങളായ കലിമത്ത് അത് 3 വിധമുണ്ട്. അത് ഇസ്മ്, ഫിഅല്, ഹർഫ്, അങ്ങനെ 3 വിധമാണ്. ഇനി അതിൻ്റെ സബ്ബായിട്ട്, ആ 3ാമത്തെ കായിദയുടെ സബ്ബായിട്ട് 3 ഇനങ്ങളും പറയാണ്. അൽ ഇസ്മു, ഫൽ ഇസ്മു കുല്ലു ലഫ്ലിൻ യുസമ്മ ബിഹി ഇൻസാനുൻ ഔ ഹയവാനുൻ ഔ നബാതുൻ ഔ ജമാദുൻ ഔ അയ് ഷൈഇൻ ആഖറ. ഇസ്മ് എന്ന് പറഞ്ഞാൽ യുസമ്മ ബിഹി ഇൻസാനുൻ, ഒരു മനുഷ്യന്റെ പേര്, മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പേര്, ഔ ഹയവാനുൻ അല്ലെങ്കിൽ ഒരു ജീവിയുടെ പേര്, ഔ നബാത്തുൻ അല്ലെങ്കിൽ ഒരു സസ്യത്തിന്റെ പേര്, ഔ ജമാദുൻ അല്ലെങ്കിൽ നിർജീവമായ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേര്, ഔ അയ്യു ഷൈഇൻ ആഖറ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു വാക്ക്, ഒരു പേര്, അതിനാണ് ഇസ്മ് എന്ന് പറയുക. വൽ ഫിഅലു, ഫിഅല് എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫീ സമനിൻ ഖാസ്സിൻ. ഫിഅല് എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ലിൻ, എല്ലാ വാക്കുകളുമാണ് യദുല്ലു അലാ ഹുസൂലി അമലിൻ, ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് അറിയിക്കുന്ന. എപ്പോ? ഫീ സമനിൻ ഖാസ്സിൻ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് അറിയിക്കുന്ന എല്ലാ ലഫ്ലുകൾക്കും ഫിഅല് എന്ന് പറയും. ജീം,
കലിമത്തിന്റെ മൂന്നാമത്തെ ഇനം. വൽ ഹർഫു കുല്ലു ലഫ്ലിൻ, ഹർഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ലഫ്ലുകളുമാണ്. ലാ യദ്ഹറു മഅനാഹു കാമിലൻ, അതിന്റെ പരിപൂർണമായ അർത്ഥം ഉണ്ടാവൂല. ഇല്ലാ മാ ഗൈരിഹി, മറ്റൊന്നിന്റെ കൂടെ കൂടുമ്പോഴല്ലാതെ. മറ്റൊന്നിന്റെ കൂടെ കൂടുമ്പോൾ മാത്രമേ പരിപൂർണമായ ഒരു അർത്ഥം ഉണ്ടാവൂ. അതാണ് ഹർഫ് എന്ന് പറഞ്ഞാൽ. ഇനി ഖായിദ നമ്പർ 4. അൽ ഫിഅലുൽ മാളി ഹുവ കുല്ലു ഫിഅലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ മാളി. അതാണ് 4ാമത്തെ ഖായിദ. മാളിയായ ഫിഅലി എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു ഫിഅലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ മാളി, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് അറിയിക്കുന്ന എല്ലാ ഫിഅലുകൾക്കും മാളി എന്ന് പറയപ്പെടും. ഖായിദ 5. ഖായിദ നമ്പർ 5. അൽ ഫിഅലുൽ മുളാരിഉ, മുളാരിയായ ഫിഅല്, മാളിയായ ഫിഅല് പറഞ്ഞു. ഇനി മുളാരിയായ ഫിഅല് ഹുവ കുല്ലു ഫിഅലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ ഹാദിരി അവിൽ മുസ്തഖ്ബിലി, എല്ലാ ഫിഅലുകളുമാണ് യദുല്ലു അലാ ഹുസൂലി അമലിൻ, ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് അത് അറിയിക്കും. എപ്പോ? ഫി സമനിൽ ഹാദിരി, ഈ വർത്തമാന കാലത്ത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അവിൽ മുസ്തഖ്ബിലി, അല്ലെങ്കിൽ ഭാവി കാലത്ത്. അങ്ങനത്തെ ഭാവി കാലത്തോ വർത്തമാന കാലത്തോ ഒരു പ്രവർത്തനം ഉണ്ടായി എന്നതിന്റെ മേൽ അറിയിക്കുന്ന എല്ലാ ഫീലുകൾക്കും മുളാരിയ ഫീലി എന്ന് പറയും. വലാ ബുദ്ദ അൻ യകൂന മബ്ദൂഅൻ ബിഹർഫിൻ മിൻ ഹർഫിൽ മുളാറാത്തി, ഈ മുളാരിയ ഫീല് തുടങ്ങുന്നത് മുളാറാത്തിന്റെ ഹർഫിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് കൊണ്ടായിരിക്കും തുടക്കം. ഏതാണ് മുളാറാത്തിന്റെ ഹർഫ്? വഹിയൽ ഹംസതു, ആ ഹംസയാണ്. വന്നൂനു, നൂനാണ്. നഫഅലു, നദ്രിബു എന്നൊക്കെ പറയുമ്പോൾ വൽ യാഉ, യാ ആണ്. വത്താഉ, താഉമാണ്. ഈ 4 ഹർഫാണ് മുളാറാത്തിന്റെ ഹർഫ്. അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുകൊണ്ടാണ് മുളാരിയായ ഫീല് തുടങ്ങല്. മുളാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ വർത്തമാന കാലത്തോ ഭാവി കാലത്തിന്റെ മേലോ അറിയിക്കുന്ന ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെ അറിയിക്കുന്ന ഒരു ഫീല്, അതിനാണ് മുളാരിയ ഫീല് എന്ന് പറയുക. ഇനി ഖായിദ നമ്പർ 6. ഫിഅലുൽ അംരി ഹുവ കുല്ലു ഫിഅലിൻ യുത്ലബു ബിഹി ഹുസൂലു ഷൈഇൻ ഫി സമനിൽ മുസ്തഖ്ബിലി. അംറു ഫീല് എന്ന് പറഞ്ഞാൽ കുല്ലു ഫീലിൻ യുത്ലബു ബിഹി, എല്ലാ ഫീലുകൾക്കും അംറു ഫീല് എന്ന് പറയും. എങ്ങനത്തെ ഫീലുകൾ? യുത്ലബു ബിഹി ഹുസൂലു ഷൈഇൻ, ഒരു വസ്തു ഉണ്ടാകാൻ ആവശ്യപ്പെടുന്ന, അത് ചെയ്യ്, എഴുത്, വായിക്ക്, അങ്ങനെ ഒരു വസ്തു ഉണ്ടാകാൻ ആവശ്യപ്പെടുന്ന എല്ലാ ഫീലുകൾക്കും. എപ്പോ? ഫി സമനിൽ മുസ്തഖ്ബിലി, ഇനി വരാൻ പോകുന്ന കാലത്ത്. കഴിഞ്ഞുപോയ കാലത്ത് പിന്നെ ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. ഇനി വരാൻ പോകുന്ന കാലത്ത് ഒരു പ്രവർത്തനം ആവശ്യപ്പെടുന്ന എല്ലാ ഫീലുകൾക്കും അംറു ഫീല് എന്ന് പറയും. ഖായിദ നമ്പർ 7, 7ാമത്തെ ഖായിദ. അൽ ഫായിലു, ഫായില് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മർഫൂഉൻ തഖദ്ദമഹു ഫഇലുൻ വദല്ല അലല്ലദി ഫഅലൽ ഫിഅല. ഫായില് എന്ന് പറഞ്ഞാൽ മർഫൂആയ ഇസ്മാണ്. മർഫൂ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഹർക്കത്തിന് ലൊമ്പ് കൊടുക്കുക. തഖദ്ദമഹു ഫഇലുൻ, അതിന്റെ മുമ്പ് ഒരു ഫിഅൽ ഉണ്ടാകും. വദല്ല അലല്ലദി ഫഅലൽ ഫിഅല, ആ ഇസ്മ അറിയിക്കും. വദല്ല അലല്ലദി ഫഅലൽ ഫിഅല, ആ ഇസ്മ അറിയിക്കും. അലല്ലദി ഫഅലൽ ഫിഅല, ആ പ്രവർത്തനം ആരാണ് ചെയ്തത് എന്ന് അറിയിക്കും. അപ്പൊ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം ആരാണ് ചെയ്തത് എന്ന് അറിയിക്കുന്ന ഇസ്മിനാണ് ഫായില് എന്ന് പറയാ. ആ ഫായിലിന്റെ മുമ്പ് ഒരു ഫിഅല് എന്തായാലും ഉണ്ടാകും. ഖായിദ നമ്പർ 9. അൽ മഫ്ഊലു ബിഹി, മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഹർക്കത്ത് ഫതഹായിരിക്കും. വഖഅ അലൈഹി ഫിഅലുൽ ഫായിലി, പ്രവർത്തകന്റെ ഒരു പ്രവർത്തനം, നമ്മൾ ഫായിൽ ഉണ്ടാവുന്ന പറഞ്ഞാൽ ആ ഫായിലിന്റെ, അതായത് പ്രവർത്തിച്ച ആളുടെ പ്രവർത്തനം ഇയാളുടെ മേലിലാണ്, ഈ ഇസ്മിന്റെ മേലിലാണ് സിദ്ധിച്ചിട്ടുള്ളത്. അതിന് മഫ്ഊല് എന്നും പറയും. അതാണ് 8ാമത്തെ ഖായിദ. 9ാമത്തെ ഖായിദ. അൽ മുബ്തദഉ ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലതി. മുബ്തദ എന്ന് പറഞ്ഞാൽ എന്ത്? അൽ മുബ്തദഉ, മുബ്തദ ഇസ്മുൻ മർഫൂഉൻ, റഫ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ്. ഫി അവ്വലിൽ ജുംലതി, ഒരു ജുംലയുടെ ആദ്യത്തിൽ തന്നെ വരും. ഒരു ജുംലയുടെ ആദ്യത്തിൽ വരുന്ന റഫ് ചെയ്യപ്പെട്ട ഇസ്മിനാണ് മുബ്തദ എന്ന് പറയുക. 10. അൽ ഖബറു, ഖബർ ഇസ്മുൻ മർഫൂഉൻ യുകവ്വിനു മഅൽ മുബ്തദഇ ജുംലതൻ മുഫീദതൻ. ഖബർ എന്ന് പറഞ്ഞാലും റഫ് ചെയ്യപ്പെട്ട ഇസ്മാണ്, അവസാനത്തെ ഹർക്കത്ത് ലമ്മായിരിക്കും. യുകവ്വിനു മഅൽ മുബ്തദഇ, മുബ്തദയോട് കൂടെ അത് ഉണ്ടാക്കും. ജുംലതൻ മുഫീദതൻ, ഒരു മുഫീദായ, അർത്ഥവത്തായ, അർത്ഥം തരുന്ന, പരിപൂർണ അർത്ഥം തരുന്ന ഒരു ജുംല ഉണ്ടാക്കും. അങ്ങനത്തെ ഇസ്മാണ് ഖബർ എന്ന് പറഞ്ഞാൽ. 11ാമത്തെ ഖായിദ. കുല്ലു ജുംലത്തിൻ തതറക്കബു മിൻ ഫഇലിൻ വഫാഇലിൻ തുസമ്മ ജുംലതൻ ഇസ്മിയതൻ. ഏതൊരു ജുംലയും ഫഇലും ഫായിലും കൂടി ചേർന്നുണ്ടായതാണെങ്കിൽ അതിന് ഫഇലിയായ ജുംല എന്നാണ് പറയുക. അപ്പോൾ ഫഇലിയായ ജുംല എന്താണ്?
കുല്ലു ജുംലത്തിൻ തതറക്കബു മിൻ ഫിഇലിൻ വ ഫായിലിൻ. ഏതൊരു ജുംലയും ഫിഇലും ഫായിലും കൂടി ചേർന്നതാണെങ്കിൽ അതിന് ഫിഇലിയായ ജുംല എന്ന് പറയും. 12ാമത്തത് കുല്ലു ജുംലത്തിൻ തതറക്കബു മിൻ മുബ്തദഇൻ വ ഖബറിൻ തുസമ്മാ ജുംലതൻ ഇസ്മിയതൻ. ഏതൊരു ജുംലയും ഒരു മുബ്തദയും ഖബറും കൂടി ചേർന്നതാണെങ്കിൽ അതിന് ഇസ്മിയായ ജുംല എന്നും പറയും. 13ാമത്തെ ഖായിദ യുൻസബുൽ ഫിഅലുൽ മുളാരിഉ മതാ സബഖഹു അഹദുൻ നവാസിബിൽ അർബഅ വഹിയ അൻ ലൻ ഇദൻ കൈ. മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഫീലിന്റെ അവസാനത്തെ ഹർക്കത്തിന് ഫതഹ് കൊടുക്കും. മതാ സബഖഹു അഹദുൻ നവാസിബിൽ അർബഅതി, നസ്ബ് ചെയ്യുന്ന 4 ഹർഫുകളിൽപ്പെട്ട ഏതെങ്കിലും ഹർഫ് മുളാരിയായ ഫീലിന് മുമ്പിൽ വന്നാൽ വഹിയ അതായതൊക്കെയാണ് അൻ ലൻ ഇദൻ കൈ. ഈ 4 ഹർഫിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് മുളാരിയാ ഫീലിന് മുമ്പിൽ വന്നാൽ ആ മുളാരിയാ ഫീൽ മൻസൂബ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഹർക്കത്ത് ഫതഹ ആയിരിക്കും. 14ാമത്തെ ഖായിദ യുജ്സമുൽ ഫിഅലുൽ മുളാരിഉ ഇദാ സബഖഹു ഹർഫു ജാസിമിൻ കൽ ഹുറൂഫിൽ ആതിയ. താഴെ വരുന്ന ഹർഫിൽപ്പെട്ട ഏതെങ്കിലും ജസ്മിന്റെ ഹർഫ് മുളാരിയാ ഫീലിന് മുമ്പ് വന്നാൽ ആ മുളാരിയാ ഫീലിന് ജസ്മ ആയിരിക്കും എന്ന് പറഞ്ഞാൽ സുക്കൂൻ ആയിരിക്കും അവസാനം. വഹിയ അത് ഏതൊക്കെയാണ് ഹർഫുകള്? ലം വലൻ നാഹിയ വ ഇൻ. ലം എന്നുള്ള ഹർഫ് നഹീന്റെ അല്ല, പ്രോഹിബിഷന്റെ. ലം എന്ന് പറഞ്ഞാൽ നെഗേഷൻ ആണ്, ഇല്ല എന്ന് നിഷേധിക്കലാണ്. ലൻ നാഹിയ എന്ന് പറഞ്ഞാൽ പ്രോഹിബിഷൻ, അത് ചെയ്യരുത് എന്ന് ആജ്ഞാപിക്കലാണ്. അതിന്റെ അല്ല. വ ഇൻ ഷർത്തിന്റെ ഇന്ന്, ഇന്നത് ചെയ്താൽ അതുണ്ടാകും. അങ്ങനത്തെ 3 ഹർഫിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് മുളാരിയ ഫീലിന് മുമ്പിൽ വന്നാൽ അപ്പൊ അവിടെ ജസ്മ ആയിരിക്കും. ഇനി 15ാമത്തെ ഖായിദ അതുമായി ബന്ധപ്പെട്ട തന്നെയാണ്. ലം വലൻ നാഹിയ തജ്സിമാനി ഫിഅലൻ മുളാരിയൻ വാഹിദൻ. ലമ്മും നഹീന്റെ ലായും പ്രോഹിബിഷന്റെ ലായും അത് രണ്ടും ജസ്മ് ചെയ്യും മുളാരിയൻ വാഹിദൻ, ഒരു മുളാരിയ ഫീലിന് ജസ്മ് ചെയ്യും. വൽ ഹർഫുൽ അവ്വലു ഒന്നാമത്തെ ഹർഫ് എന്ന് പറഞ്ഞാൽ ലം, അത് യംഫി ഹുസൂലൽ ഫിഅലി ഫിൽ മാദി, കഴിഞ്ഞു പോയ കാലത്ത് ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിക്കുന്നു, ഉണ്ടായതിനെ നിഷേധിക്കുന്നു. വസ്സാനി രണ്ടാമത്തത് ലൻ നാഹിയ എന്നുള്ളത് യൻഹ അൻ അമലിൽ ഫിഅലി, ഒരു പ്രവർത്തനം ചെയ്യലിനെ തൊട്ട് വിരോധിക്കുന്നു, അത് പ്രോഹിബിഷനാണ്, നിരോധിക്കുന്നു. 16ാമത്തെ ഖായിദ ഇൻ എന്നുള്ള ഹർഫ് തജ്സിമു ഫിഅലൈനി, 2 ഫീലുകൾക്ക് ഒന്നിച്ച് ജസ്മ് ചെയ്യും. ഇന്ന് വന്നാൽ 2 മുളാരിയ ഫീലിന് ജസ്മായിരിക്കും. വതുഫീദു അത് നൽകുകയും ചെയ്യും. അന്ന ഹുസൂലൽ ഫിഅലിൽ അവ്വലി ഒന്നാമത്തെ ഫീൽ ഉണ്ടാകൽ ഷർത്തും ഫി ഹുസൂലിൽ ഫിഅലി സാനി, രണ്ടാമത്തെ ഫീൽ ഉണ്ടാകുന്നതിന് ഷർത്താണ്, കണ്ടീഷനാണ്. അതായത് ഇത് ചെയ്താൽ അതുണ്ടാകും. അപ്പൊ ഇതുണ്ടായാൽ അതുണ്ടാകും എന്ന് പറയുമ്പോൾ ഒന്നുണ്ടാകണം, മറ്റത് ഉണ്ടാകണമെങ്കിൽ അതാണ് ഇൻ എന്നുള്ളത് ഷർത്തിന്റെ ഹർഫ്, അത് ജസ്മുമാണ്. ആ ഇന്ന് വന്നാൽ അതിന് ശേഷമുള്ള മുളാരിയ 2 ഫീലുകൾക്ക് ജസ്മു ചെയ്യപ്പെടും. 17ാമത്തെ ഖായിദ യുർഫഉൽ ഫിഅലുൽ മുളാരിഉ, മുളാരിയ ഫീലിന് റഫ് ചെയ്യപ്പെടും, ലമ്മു കൊടുക്കും. ഇദാ ലം തസ്ബിഖുഹു അദാത്തുൻ മിൻ ഹദവാത്തിൻ നസ്ബി അവിൽ ജസ്മി, നമ്മൾ മുമ്പ് പറഞ്ഞ 2 ഖായിദയിലും പറഞ്ഞ ജസ്മിന്റെയോ നസ്ബിന്റെയോ ഒരു ഹർഫും ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മുളാരിയ ഫീൽ നിൽക്കുകയാണെങ്കിൽ അവിടെ മുളാരിയ ഫീലിന് റഫ് ആയിരിക്കും, ലമ്മത്തായിരിക്കും. 18ാമത്തെ ഖായിദ തദ്ഖുലു കാന അലൽ മുബ്തദഇ വൽ ഖബരി ഫതർഫഉൽ അവ്വല വയുസമ്മ ഇസ്മഹ വതൻസിബു സാനിയ വയുസമ്മ ഖബറഹ. നമ്മൾ പറഞ്ഞു കാനയും അഖവാത്തും. ഈ കാന പ്രവേശിക്കും അലൽ മുബ്തദഇ വൽ ഖബരി, ഇസ്മിയ ജുംലയിലെ മുബ്തദ ഖബറിന്റെ മേൽ പ്രവേശിക്കും. ഫതർഫഉൽ അവ്വല ഒന്നാമത്തേന്, അതായത് കാനന്റെ ശേഷമുള്ള ആദ്യ ഇസ്മിന് റഫ് ചെയ്യും. വൈസമ്മ ഇസ്മഹ, അത് ആ ഇസ്മിന് നമ്മൾ കാനന്റെ ഇസ്മ എന്ന് പറയും. വതൻസിബു സാനിയ രണ്ടാമത്തേന്, അതായത് ഖബറായിട്ട് വരുന്നതിന് റഫ് നസ്ബ് ചെയ്യും, രണ്ടാമത്തതിന് നസ്ബ് ചെയ്യും. അതായത് നമ്മൾ മുബ്തദയുടെ ഖബറായിട്ട് വരുന്നതിന് നസ്ബ് ചെയ്യും. വൈസമ്മ ഖബറഹ, അത് കാനന്റെ ഖബർ എന്നും പറയും. 19ാമത്തെ ഖായിദ മിസ്ലു കാന ഫീമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തിന് പിന്നെ റഫ് ചെയ്യുക, രണ്ടാമത്തേന് നസ്ബ് ചെയ്യുക. അതിന് ആദ്യത്തിന് ഇസ്മു എന്ന് പറയും, രണ്ടാമത്തേന് ഖബർ എന്ന് പറയും. ആ വിഷയത്തിൽ കാന പോലെ തന്നെയാണ് സോറ വലൈസ വ അസ്ബഹ വ അംസ വ അദ്ഹ വ ലല്ല വ ബാത, ഇവയൊക്കെ. ഒതുസുമ്മ ഹാദിഹി അഖവാത്തു കാന ഹാദിഹിൽ അഫ്ആലു, ഈ ഫീലുകൾക്കൊക്കെ കാന അഖവാത്ത്, അഖവാത്തു കാന, കാനയുടെ സഹോദരിമാർ, കാന അഖവാത്ത് എന്നാണ് പറയപ്പെടാറ്. 20ാമത്തെ ഖായിദ ലികുല്ലി ഫഇലിൻ മിൻ ഹാദിഹിൽ അഫ്ആലി മുളാരിഉൻ വ അംറുൻ യഅമലാനി അമലൽ മാളി, ഈ കാനന്റെ അഖവാത്തുകൾക്കൊക്കെ, കാനക്കും കാനയുടെ അഖവാത്തുകൾക്കൊക്കെ എന്തുണ്ട്?
മുളാരിയ ഫീലുമുണ്ട്, അംറ് ഫീലുമുണ്ട്. ഇതേ പ്രവർത്തനം തന്നെ, ഇതേ അമല് തന്നെ, ഇതേ ഇറാബ് തന്നെയാണ്. യഅമലാനി അമലൽ മാദി ഇല്ലാ ലൈസ, ലൈസ എന്നത് ഒഴികെ. ലൈസയും കാന അഖവാത്തിൽ പെട്ടത് തന്നെയാണ്, പക്ഷെ ലൈസക്ക് മുളാരിയ ഫീലോ അംറ് ഫീലോ ഇല്ല. ഫലാ യഅതി മിൻഹാ മുളാരിയുൻ വലാ അംറുൻ, അതിൽ നിന്ന് മുളാരിയ ഫീലോ അംറോ ഉണ്ടാകുകയില്ല. 21ാമത്തെ ഖായിദ, ഇന്ന വ അന്ന വ കഅന്ന വലാകിന്ന വലൈത വലഅല്ല, ഈ 6 ഹർഫുകൾ തദ്ഖുലു അലൽ മുബ്തദഇ വൽ ഖബരി, കാന പറഞ്ഞതുപോലെ തന്നെ മുബ്തദ ഖബറിന്റെ മേൽ കടക്കും. ഫതൻസിബുൽ മുബ്തദ, മുബ്തദക്ക് നസ്ബ് ചെയ്യും. വൈസമ്മ ഇസ്മഹ, അതിനെ ഇസ്മ എന്ന് പറയും. വതർഫഉൽ ഖബറ, ഖബറിന് റഫ് ചെയ്യും. വൈസമ്മ ഖബറഹ, അതിന്റെ ഖബർ എന്ന് പറയും. കാനക്ക് ഉണ്ടായിരുന്നതിന്റെ നേരെ ഉൾട്ട, നേരെ വിപരീതമായിട്ട്. 22ാമത്തെ ഖായിദ, യുജറുൽ ഇസ്മു ഇദാ സബഖഹു ഹർഫു മിൻ ഹുറൂഫിൽ ജരില്ലാത്തിയ. താഴെ ഒരുപാട് ജെറിന്റെ ഹർഫുകൾ പറയുന്നുണ്ട്. 7 ജെറിന്റെ ഹർഫുകളുണ്ട്. ആ ഏതെങ്കിലും ഒരു ഹർഫ്, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് ഒരു ഇസ്മിന്റെ മുമ്പിൽ വന്നാൽ ആ ഇസ്മിന് ജറായിരിക്കും എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഹർക്കത്ത്, അവസാനത്തെ ഹർഫിലെ ഹർക്കത്ത് കസ്റത്തായിരിക്കും. അത് ഏതൊക്കെയാണ്? മിൻ, ഇല, അല, അൻ, ഫി, ബാ, ലാം. ഇങ്ങനെ 7 എണ്ണം. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഒരു ഇസ്മിന്റെ മുമ്പ് വന്നാൽ ആ ഇസ്മിന് ജറായിരിക്കും. 23ാമത്തെ ഖായിദ, അന്നഅതു ലഫ്ദുൻ യദുല്ലു അലാ സിഫത്തിൻ ഫി ഇസ്മിൻ ഖബ്ലഹു. നഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ദാണ്. യദുല്ലു അലാ സിഫത്തിൻ ഫി ഇസ്മിൻ ഖബ്ലഹു, അതിന്റെ നേരെ മുമ്പിലുള്ള ഒരു ഇസ്മിന്റെ വിശേഷണം അത് അറിയിക്കും. വൈസമ്മൽ ഇസ്മുൽ മൗസൂഫ്, ആ വിശേഷണം സിദ്ധിച്ച ആർക്കാണോ വിശേഷണം ആ ഇസ്മിന് പറയപ്പെടും മൻഊത്തൻ, മൻഊത്ത് എന്നാണ് പറയല്. ഈ നഅത്ത് യത്ബഉ മൻഊതഹു, അതിന്റെ മൻഊത്തിനോട്, അതായത് വിശേഷണം സിദ്ധിച്ച ആ മൻഊത്തിനോട് തുടരും, ഫോളോ ചെയ്യും. ഫി റഫ്ഇഹി വ നസ്ബിഹി വ ജർരിഹി, അതിന്റെ ഇറാബിന്റെ വിഷയത്തില്. അതായത് റഫ് ആണെങ്കിൽ റഫ് തന്നെ, നസ്ബ് ആണെങ്കിൽ നസ്ബ് തന്നെ, ജർ ആണെങ്കിൽ ജർ തന്നെ. മൻഊത്തിന് ഏതാണോ ഇറാബ് അതേ ഇറാബ് തന്നെയാണ് നഅത്തിനും കൊണ്ടുവരിക എന്ന്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ 2ാം ഭാഗത്തിലേക്ക് പോവുകയാണ്. 2ാം ഭാഗം ഇതുവരെയുള്ളതിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ കുറച്ച് സ്പീഡ് കുറച്ച്, ഭാഗങ്ങൾ കുറച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 25-30 മിനിറ്റ് കൊണ്ട് കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. വളരെ സിമ്പിളായ ഖായിദകൾ ആയതുകൊണ്ടാണ്. ഇനി കുറച്ചുകൂടി നമ്മൾ എക്സസൈസുകളൊക്കെ കുറച്ച് കൂടുതൽ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗങ്ങൾ, ഇനി 30 വീഡിയോ ലെസണുകൾ ബാക്കിയുണ്ട്. ആ 30 വീഡിയോ ലെസണുകളിൽ നമുക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ കൂട്ടിയിട്ട് കുറച്ചും കൂടി വിശദീകരണം കൂട്ടിയിട്ട് നമുക്ക് പോകാം. ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.